ഓഗസ്റ്റ് 21 മാർപ്പാപ്പമാരിൽ വിശുദ്ധനും തീർത്തും ജനകീയനുമായി തീർന്നിട്ടുള്ള ഒരു മഹാവ്യക്തിയാണ് 10-ാം പിയൂസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ തിരുനാളാണ് സാർവത്രിക സഭയിൽ ഇന്ന് ആഘോഷിക്കുന്നത്. ഇറ്റലിയിൽ 1835 അദ്ദേഹം സാർത്തോ കുടുംബത്തിൽ ജനിച്ചത്. തീർത്തും ദരിദ്രമായ ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹം വളർന്നതും വിദ്യാഭ്യാസവും നടത്തിയതും. ദരിദ്രനായിരുന്നു അദ്ദേഹം എന്നുവരികിലും ബുദ്ധികൂർമ്മതയിലും സൽസ്വഭാവത്തിലും ഉത്സാഹശീലത്തിലും അദ്ദേഹം അതിസമ്പന്നനായിരുന്നു എന്ന് വേണം പറയാൻ. ശൈത്യകാലത്ത് ഇറ്റലിയിലുള്ള അതിശക്തമായ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായ രോമവസ്ത്രങ്ങളോ പാദരക്ഷ പോലും ഇല്ലാതെയാണ് അദ്ദേഹം തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിരുന്നത് എന്ന് ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പലരുടെയും സാമ്പത്തിക സഹായം ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് അദ്ദേഹം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പഠനത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തിയ ജോസഫ് സാർത്തോ അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് ഒരു സെമിനാരി ചേർന്ന് ഒരു വൈദികനാകണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ നല്ല വൈദികരുടെ സഹായത്താൽ അദ്ദേഹം സെമിനാരി വിദ്യാഭ്യാസം തുടർന്നു. അങ്ങനെ പഠനത്തിന്റെ പൂർത്തീകരണത്തിൽ അദ്ദേഹം ഒരു വൈദികനായി കർമ്മരംഗത്ത് വരികയാണ്. അങ്ങനെ സാർത്തോ അച്ഛൻ വളരെ ഉത്സാഹശാലിയും നല്ല ചുറുചുറുപ്പുള്ള ഒരു കൊച്ചച്ഛൻ എന്ന നിലയിലെ വളരെ നാട്ടിൽ കർമ്മനിരതനായി കഴിഞ്ഞിരുന്ന കാലം. നല്ലൊരു പ്രാസംഗികനായിരുന്നു സാർത്തോ അച്ഛൻ. എന്നാൽ അത് കഴിഞ്ഞ് സാധാരണ ജനങ്ങളോടുള്ള പെരുമാറ്റവും ഹൃദ്യമായ രീതിയിൽ അവരെ കേൾക്കാനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും സന്നദ്ധയായിട്ടുള്ള ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരു കൊച്ചച്ഛനെ സാർത്തോയിൽ കണ്ടതുകൊണ്ട് നാട്ടുകാർക്കൊക്കെ അച്ഛൻ പ്രിയങ്കരനായി തീർന്നു. അധികം താമസിയാതെ തന്നെ അദ്ദേഹം മെത്രാനായി അവരോധിതനാകുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മെത്രാനായി അദ്ദേഹം അഭിഷിക്തനായതിനു ശേഷം ഒരു ദിവസം അല്പം അഭിമാനബോധത്തോടു കൂടി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, തന്റെ വീട്ടിലേക്ക്, ദരിദ്രമായ ആ ചുറ്റുപാടിലേക്ക് അമ്മയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം മെത്രാനായിരിക്കുമ്പോൾ വീട്ടിൽ ചെല്ലുകയും അമ്മയ്ക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ എന്ന് പറയട്ടെ തന്റെ ശ്ലൈഹിക മോതിരം അമ്മയെ കാണിക്കുകയും ചെയ്തു എന്ന് അമ്മ അത് കണ്ട് തന്റെ വിവാഹമോതിരം മകനെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ചരിത്രത്തിൽ. ഈ മോതിരം ഞാൻ അണിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീ ആ മോതിരം അണിയാൻ ഇടവരില്ലായിരുന്നു എന്നാണ് അമ്മയുടെ വാക്ക്. അമ്മ ബോധപൂർവം പറഞ്ഞ ആ വാക്കിൽ നിന്ന് മനസ്സിലാകും ഒരു വ്യക്തിയുടെ ഏറ്റവും ശക്തവും ഏറ്റവും കാതലുമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്ന രംഗം കുടുംബത്തിലാണ് എന്ന ഒരു സനാതന സത്യം ജോസഫ് അച്ഛന്റെ അമ്മ അന്ന് അല്പം സരസമായ രീതിയിൽ പറയുകയായിരുന്നു. അങ്ങനെ ജോസഫ് അച്ഛൻ ഒരു മെത്രാനച്ഛൻ എന്ന നിലയിൽ രൂപതയിൽ വളരെ പ്രിയങ്കരനായി. അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം മെത്രാപ്പോലിത്തയായി തുടർന്നൊരു കർദിനാളായി അവരോധിതനാകുന്നു. 1-2 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം പാത്രിയാർക്ക് ആയിട്ട് അവരോധിതനാകുകയാണ്. ആ അവസരത്തിലാണ് മഹാനായ ലയോ 13 മാർപ്പാപ്പ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ആ അവസരത്തിൽ അദ്ദേഹം ദിവംഗതനാകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1903 ലയോ മാർപ്പാപ്പ ദിവംഗതനായതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കോൺക്ലേവ് കൂടുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ട് തന്നെ കർദിനാളും പാത്രിയാർക്കീസുമായിട്ടുള്ള നമ്മുടെ സാർത്തോ പിതാവും കോൺക്ലേവിൽ സംബന്ധിക്കാൻ പോയി. പോകുമ്പോൾ പ്രത്യേകം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ മടക്ക ടിക്കറ്റ് പോലും അദ്ദേഹത്തിന്റെ കൈവശം വെച്ചാണ് അദ്ദേഹം കോൺക്ലേവിൽ സംബന്ധിക്കാൻ വേണ്ടി പോയത്. പക്ഷേ കോൺക്ലേവിൽ അടുത്ത മാർപ്പാപ്പയായിട്ട് ഈ സാർത്തോ പിതാവാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് നടന്നത് 1903 ഓഗസ്റ്റ് മാസം 2-ാം തീയതിയായിരുന്നു.
1903 ഓഗസ്റ്റ് മാസം 9 അദ്ദേഹം മാർപ്പാപ്പയായി അവരോധിതനാകുന്നത്. അങ്ങനെ വത്തിക്കാൻ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാവിധത്തിലുള്ള നവീകരണങ്ങളും അവിടെ കൊണ്ടുവരാൻ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. ആർഭാടമായിട്ടുള്ള കൊട്ടാര അന്തരീക്ഷം ഒക്കെ മാറ്റി വളരെ ലളിതമായിട്ടുള്ള ഒരു സാഹചര്യം ചുറ്റുപാടിലും വത്തിക്കാൻ കൊട്ടാരത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് പുലർത്തുന്നതിനും അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി പരിശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന അവസരത്തിൽ ആപ്തവാക്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചത് റെസ്റ്റവരാരെ ഓമനിയ ഇൻ ക്രിസ്തോ എന്ന വാക്യമായിരുന്നു. ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കുക എന്നാണ് അതിന്റെ മലയാള അർത്ഥം. അങ്ങനെ ക്രിസ്തുവിലെല്ലാം നവീകരിക്കുന്നതിന്റെ ഭാഗം എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് നവീകരണങ്ങൾ കത്തോലിക്കാ സഭയിൽ നടത്തി. അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് സാധാരണ ജനങ്ങൾ പരിഗണിക്കുന്ന ആ നവീകരണം വിശുദ്ധ കുർബാന സാധാരണ ആളുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു. അന്നേ വരെ വിശുദ്ധ കുർബാനയുടെ സ്വീകരണം വളരെ അപൂർവമായിട്ട് മാത്രം സാധാരണ വിശ്വാസികൾക്ക് നടത്താവുന്ന ഒരു സാഹചര്യമായിരുന്നു സഭയിലെ. എന്നാൽ ദിനം പ്രതിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം യോഗ്യമായിട്ടുള്ള വ്യക്തികൾക്ക് നടത്താമെന്നുള്ളത് ഈ മാർപ്പാപ്പയുടെ നവീകരണ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് സഭയിൽ സംജാതമായത്. അന്നേ വരെ ബാല്യത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ ഒരു പതിവ് സഭയിലില്ല. അല്പമൊക്കെ വളർന്നു വന്ന് യുവത്വത്തിലേക്ക് വന്നതിന് ശേഷമാണ് വളരെ ആഘോഷമായ രീതിയിൽ അത് നടത്തിയിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ നവീകരണത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ബാല്യത്തിൽ തന്നെ ദിവ്യകാരുണ്യ സ്വീകരണം ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് എന്ന രീതി ആഗോള വ്യാപകമായ രീതിയിൽ കത്തോലിക്കാ സഭയിൽ നിലവിൽ വന്നത്. അതിനും പുറമെ കാനോനിക പ്രാർത്ഥനകള്, വൈദികർക്ക് വേണ്ടിയുള്ള പ്രത്യേക ചട്ടവട്ടങ്ങള്, ഇതിലൊക്കെ സഭയിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടത്തുകയുണ്ടായി. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ജനകീയനായി തീർന്ന, ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കാനിട വന്നിട്ടുള്ള ഒരു ലളിതമായ ജീവിതം നയിച്ചിരുന്ന വിശുദ്ധനായിട്ടുള്ള മാർപ്പാപ്പയായിരുന്നു 10-ാം പിയൂസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന് ഒരവസരത്തിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു വേദന, ഹൃദയവ്യഥ അദ്ദേഹം അനുഭവിച്ചതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ആ വ്യഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലോകത്തിലുള്ള വിശ്വാസികൾക്കായി ഒരു തിരുവെഴുത്ത് അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. എന്തോ ലോകത്തിലെ വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ അദ്ദേഹം മുന്നിൽ കണ്ടുകൊണ്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ തിരുവെഴുത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ മുട്ടിപ്പായിട്ട് അപേക്ഷിക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു ആ തിരുവെഴുത്തിന്റെ ഉള്ളടക്കം. എന്നാൽ അനധിവിദൂരമായ ഭാവിയിൽ ലോകത്തിന് മനസ്സിലായി ഇദ്ദേഹം ഭാവനയിൽ കണ്ട ലോകത്തിന്റെ ദുരന്തം 1-ാം ലോകമഹായുദ്ധമായിരുന്നു എന്നുള്ളത്. 1-ാം ലോകമഹായുദ്ധം 1914 ആണ്ടിലെ പൊട്ടിപ്പുറപ്പെടുന്നു. ഈ പൊട്ടിപ്പുറപ്പെട്ട ആ സ്ഥിതിവിശേഷത്തിൽ അതീവ ദുഃഖിതനായിരുന്നു പിതാവ്. ലോകത്തിൽ സംഭവിക്കാനിട വരുന്ന ദുരന്തങ്ങളെയും വേദനകളെയും കണ്ട് അദ്ദേഹം വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നതായിട്ട് ദൃക്സാക്ഷികൾ പറയുന്നു. അങ്ങനെ ഒരവസരത്തിൽ അദ്ദേഹം ഹൃദയവേദന അടക്കാൻ സാധിക്കാതെ ദുഃഖത്തിന്റെ ദുരന്തങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾക്ക് അതിന്റെ ആഘാതത്താൽ ഹൃദയസ്തംഭനം മൂലം 79-ാമത്തെ വയസ്സിൽ അദ്ദേഹം നിര്യാതനാകുകയാണ് ഉണ്ടാകുന്നത്. അത് സംഭവിച്ചത് 1914 ഓഗസ്റ്റ് മാസം 20-ാം തീയതിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശവകുടീരത്തിൽ എനിക്ക് നേരിട്ട് അല്പം സമയം പ്രാർത്ഥനാ നിർഭരമായിട്ട് കഴിക്കാൻ ഇടവന്നത് ഇന്നും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഈ വക ചിന്തകളൊക്കെ എന്റെ മനസ്സിൽ പേറിക്കൊണ്ടായിരുന്നു ആ തിരുക്കല്ലറയുടെ മുമ്പാകെ ഞാൻ എന്റെ സമയം ചെലവഴിച്ചത്. ആ കല്ലറയിൽ ഇന്നും എഴുതി വച്ചിരിക്കുകയാണ്, യേശുവിൽ നവീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ദരിദ്രനായി ജനിക്കുകയും
ദരിദ്രനായി ജീവിക്കുകയും ദരിദ്രനായി തന്നെ മരിക്കുകയും ചെയ്ത മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ലത്തീൻ ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അതൊക്കെ കണ്ട് അത് മനസ്സിലാക്കി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കാനിടവന്ന ഈ മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മൾ വിശുദ്ധ കുർബാനയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും വളർന്നു വരുവാനുള്ള നമുക്ക് വേണ്ട അനുഗ്രഹം, നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ കൃപ ഈ പിതാവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങാൻ നമുക്ക് ശ്രമിക്കാം.